വി.ഡി. സതീശൻ സർക്കാരിനെതിരെ കടുത്ത വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. യു.ഡി.എഫ് സർക്കാരിന് സംഘപരിവാർ വിധേയത്വമെന്നും വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിൽ നിന്ന് സർക്കാർ പിന്നോട്ടു പോയെന്നുമാണ് വിമർശനം. പകർച്ചവ്യാധി, വന്യജീവി ആക്രമണം ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയും യു.ഡി.എഫ് സർക്കാരിനെ പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തുന്നു. സിപിഐഎം, സിപിഐ മുഖപത്രങ്ങളായ ദേശാഭിമാനിയിലും ജനയുഗത്തിലും എഴുതിയ ലേഖനത്തിലാണ് പ്രതിപക്ഷ നേതാവിന്റെ വിമർശനം. മേഘ്ന മുരളി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി. മേഘ്ന, ഗുഡ് മോർണിംഗ്. സർക്കാർ ഒരു മാസം തികയ്ക്കുകയാണ്. ഹണിമൂൺ പീരീഡ് എന്ന ഒരു എക്സംഷനൊക്കെ ഇതോടുകൂടി ഏതാണ്ട് തീരുകയും ചെയ്യും. ഈ ഘട്ടത്തിൽ ഇതുവരെയുള്ള പ്രവർത്തനങ്ങളെ വിലയിരുത്തി പ്രതിപക്ഷം അക്കമിട്ട് നിരത്തുന്ന വിമർശനങ്ങൾ എന്തൊക്കെയാണ്? ഗുഡ് മോർണിംഗ് ഗോകുൽ, അസിത. യു.ഡി.എഫ് സർക്കാർ ഒരു മാസം പിന്നിടുന്നു. ആ സമയത്ത് യു.ഡി.എഫ് സർക്കാരിന്റെ കാലയളവിൽ ഉണ്ടായിട്ടുള്ള യു ടേണുകൾ, അതുപോലെ തന്നെ ആരോപണങ്ങൾ, അതെല്ലാം അക്കമിട്ട് നിരത്തിക്കൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ പത്രങ്ങളിലെ ലേഖനം. അത് സിപിഐ, സിപിഐഎം മുഖപത്രങ്ങളിലാണ് കടുത്ത വിമർശനം ഉന്നയിച്ചുകൊണ്ടുള്ള ലേഖനങ്ങൾ വന്നിട്ടുള്ളത്. അതിൽ പ്രധാനമായും പറയുന്നത്, ജനയുഗം, ദേശാഭിമാനി പത്രങ്ങളിൽ പ്രധാനമായും പറയുന്നത് സംഘപരിവാർ വിധേയത്വമുണ്ട് യു.ഡി.എഫ് സർക്കാരിന് എന്നുള്ളതാണ്. അതിന്റെ പല അടയാളങ്ങളും കഴിഞ്ഞ ഒരു മാസങ്ങളിൽ കണ്ടത്. അവസാനമായി RSS പരിപാടികളിൽ VC-മാർ പങ്കെടുത്തതിൽ പോലും വിമർശനം ഉന്നയിക്കാൻ എന്തേ മറന്നു വി.ഡി. സതീശൻ എന്നുള്ളതാണ് ഈ പത്രങ്ങളിൽ പറയുകയും ചെയ്യുന്നത്. അതുപോലെ തന്നെ പകർച്ചവ്യാധി വ്യാപനം, അതുപോലെ തന്നെ KSRTC ബസ്സുകളിലെ സ്ത്രീകളുടെ സൗജന്യ യാത്ര, വന്യജീവി ആക്രമണത്തിൽ ഈ ഒരു മാസത്തിൽ 6 മരണങ്ങളുണ്ടായി. അതുപോലെ തന്നെ അങ്ങനെയുള്ള പല വിഷയങ്ങൾ, വാഹന മോഡിഫിക്കേഷൻ അടക്കമുള്ള വിഷയങ്ങളിലും ഒരു യു ടേൺ ഉണ്ടായി എന്നുള്ളതാണ്. അതുപോലെ തന്നെ വാഗ്ദാനങ്ങളിൽ നിന്ന് പിന്നോട്ട് പോകുന്ന ഒരു നയം യു.ഡി.എഫ് സർക്കാർ ഉണ്ടായി എന്നുള്ളതാണ് പറയുകയും ചെയ്യുന്നത്. അതുപോലെ തന്നെ അതിൽ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് ധവളപത്രം യു.ഡി.എഫ് പുറത്തിറക്കി. പക്ഷേ അത് LDF നയങ്ങളുടെ, അതുപോലെ തന്നെ LDF മുന്നോട്ട് വെച്ച പദ്ധതികളുടെ വേരെറുക്കുന്ന രീതിയിലാണ് ഈ ധവളപത്രം വന്നത് എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അതുപോലെ തന്നെ നെഹ്റുവിയൻ സോഷ്യലിസ്റ്റ് ആണ് വി.ഡി. സതീശൻ എന്ന് എല്ലാ തവണയും പറയുമെങ്കിലും ഈ ഒരു ആശയത്തിൽ നിന്ന് വി.ഡി. സതീശൻ പിന്നോട്ട് പോയി എന്നുള്ളൊരു വിമർശനം കൂടി പിണറായി വിജയൻ ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ വിവിധ വിഷയങ്ങൾ, അതുപോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിലടക്കം ഗവർണറുമായി ഏറ്റുമുട്ടാനില്ല എന്നുള്ളതാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എൻ ജോൺ പറഞ്ഞത്. അക്കാര്യങ്ങൾ അടക്കം അക്കമിട്ട് നിരത്തിക്കൊണ്ടാണ് വിമർശനം വരികയും ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ മന്ത്രിയായിട്ടുള്ള സണ്ണി ജോസഫിന്റെ നിയമന വിവാദം, അതുപോലെ തന്നെ സർക്കാർ പ്ലീഡർ നിയമന വിവാദം, ആ കാര്യങ്ങളിലൊക്കെ യു.ഡി.എഫ് സർക്കാരിന് എന്തുകൊണ്ട് അത്തരം നിയമനങ്ങൾ എടുക്കേണ്ടി വന്നത് അത്ഭുതപ്പെടുത്തി എന്നുള്ളതാണ് പിണറായി വിജയൻ പറയുകയും ചെയ്യുന്നത്. അതുപോലെ തന്നെ ദേശാഭിമാനി പത്രത്തിലും യു.ഡി.എഫ് നയങ്ങളിൽ നിന്നും യു.ഡി.എഫ് വാഗ്ദാനങ്ങളിൽ നിന്നും അത് വോട്ട് തേടാനുള്ള ഒരു വാഗ്ദാനം മാത്രമായിരുന്നു എന്നുള്ളതാണ് ദേശാഭിമാനിയിലും ലേഖനത്തിൽ പറയുന്നത്. അങ്ങനെ ഈ ഒരു മാസ കാലയളവിൽ ഉണ്ടായിട്ടുള്ള എല്ലാ തരത്തിലുള്ള വിഷയങ്ങളും അക്കമിട്ട് നിരത്തിക്കൊണ്ടാണ് ഇപ്പോൾ പിണറായി വിജയൻ ലേഖനം എഴുതിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ സ്വകാര്യ മേഖലകൾക്ക്, പല ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയടക്കം വിട്ടുകൊടുക്കാനുള്ള, കുത്തകകൾക്ക് വിട്ടുകൊടുക്കാനുള്ള ഒരു ശ്രമം ഉണ്ടാകുന്നുണ്ട്. സംഘപരിവാറിന് വിധേയത്വം ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ PM ശ്രീ വിഷയത്തിൽ LDF സർക്കാർ അത് മരവിപ്പിക്കുകയും, അതുപോലെ തന്നെ മരവിപ്പിച്ചുകൊണ്ട് കേന്ദ്രത്തിനോട് പറയുകയും ഒപ്പുവെക്കുകയും ചെയ്തതാണ്. പക്ഷേ അത് അറബിക്കടലിൽ എന്ന് പറഞ്ഞ പ്രതിപക്ഷം ഭരണത്തിലെത്തിയപ്പോൾ ആ ഒരു നയം മറന്നുകൊണ്ട് ഇപ്പോൾ സംഘപരിവാറിന് വിധേയത്വപ്പെടുന്ന ഒരു കാഴ്ചയുണ്ട്. അതുപോലെ തന്നെ കോൺഗ്രസ് ഭരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളിലും മുന്നേ തന്നെ PMC പദ്ധതി നടപ്പിലാക്കിയതാണ്. അതിന്റെ തുടർച്ച തന്നെയാണ് ഇപ്പോൾ കേരളത്തിലും നടപ്പിലാക്കുന്നത്. അതിൽ എന്തിന് ഇപ്പോഴത്തെ പ്രതിപക്ഷത്തെ വിമർശിപ്പിക്കേണ്ട ആവശ്യമെന്നുള്ള കാര്യങ്ങളടക്കമാണ് ഈ പത്രങ്ങളിൽ പറയുന്നത്. എന്തായാലും ഈ ഒരു മാസം അത് സർക്കാരിന് ഒരു പരാജയം ഉണ്ടായി എന്ന് ചൂണ്ടിക്കാട്ടുന്ന രീതിയിലാണ് പിണറായി വിജയൻ ലേഖനം എഴുതിയിരിക്കുന്നത് എന്നത് ഈ ലേഖനങ്ങളിൽ വ്യക്തമാണ്. ശരി, മേഘ്ന മുരളിയാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.